ഹോട്ട് സെൻസേഷണൽ ന്യൂസ്. മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിട വിറപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടുരിഞ്ഞ് നഗ്നതാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു. നാളത്തേക്ക് ഒരു 6 കോണത്തിന് വകുപ്പുണ്ട്. എന്താടോ, ഒന്ന് കൊടുത്തു നോക്കുന്നോ? എടോ കളക്ടറെ, MP-യുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. കണ്ടോ, ഒരു ആവറേജ് മഞ്ഞപ്പത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ടക്കുഴിക്ക്. പോട്ടെ തങ്കച്ച, ചൂടാവല്ലേ. നമുക്ക് ഈ കള്ളടിച്ച് വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസും അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം. എന്താ പറയൂ. പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ട്. എടോ, തന്റെ ഈ പോലീസ് മുറ കണ്ട് പേടിക്കണമെങ്കിലേ തകച്ചം വേറെ ജനിക്കണം. കേട്ടോ ചൂത്ത. അവന്റെ ഒരു ഉണക്ക പത്രം, MP-യുടെ വക പാർട്ടി, MP-യുടെ കള്ളു കുടിക്കുന്നവരൊക്കെ പെരുവഴിയിലിറങ്ങി എന്ത് തരവഴിയും കാണിക്കാം. അല്ലെങ്കിൽ ഷാബി ട്രാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്തുന്നതിന്റെ പേരില് നിനക്കൊക്കെ എന്ത് തന്തയിലാണ്? സർ പ്ലീസ്. സോറി. പറയടോ, ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്? പെത്തഡിനും ബ്രൗൺ ഷുഗറും. പറയാം. നിന്നെ പറ്റും. I said take your hands off him, you fool. You? No. IAS-ന്റെ അഹങ്കാരം വെച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഈ ചെറ്റർ തണലാവുമ്പോ നിനക്ക് എന്തുവാ വല്ലടാ? Think he's weak. Now I am taking him. ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച് show me what you can. പാടോ. Mr. Commissioner. Thank you. I should thank you. എന്തിനാണെന്നല്ലേ പറയാ. മരണത്തിലേക്ക് കാർ ഓടിച്ച് കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തഡിനും ബ്രൗൺ ഷുഗറുമാണെന്ന് പ്രവചിച്ച ത്രികാലജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്. And it's you. You have answered the question with your presence. എനിക്കറിയാം, ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. Straight? Clap. Okay. Now you leave him. What the hell? Please don't create any fuss. Don't shout and don't panic. I am arresting him. What? Section 44 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 44-ാം വകുപ്പ് ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. Does that make any sense, Mr. Commissioner? വെറുതെ അല്ലടോ. On multifarious charges. That is for driving under the influence of alcohol. Section 185 Motor Vehicles Act.
പനിഷബിൾ ആസ് പെർ സെക്ഷൻ 279 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന്. Then for resisting lawful apprehension, section 41(1) ECRPC and 224 IPC. പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടുരിഞ്ഞെറിഞ്ഞതിന് offense to public tranquility 292 IPC and section 353 IPC for assaulting a police officer. നിങ്ങളിൽ ഒരുത്തന്റെ ചെകിടത്തടിച്ചതിന്. പിന്നെ ആ പത്ര റിപ്പോർട്ടിലെ സൂചനകളുടെ പേരിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? Then come on, do it. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല. പകരം നിന്നെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല. It's slavery. It's castration. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്വം. Now take your ugly hands off, you nasty ass. പുല്ലേ, ദായി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. Now you just wait and see. Good morning, sir. ഗുഡ് മോർണിംഗ്. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഐ ആം സഞ്ജയ്. From Bombay? Yeah. Welcome, sir. Sir, cigarette. Thank you. Room number 502. Yeah. Your key, sir. Excuse me. കഴിഞ്ഞ രാജ്യത്തെ ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ എത്തിച്ചു. Sure. യെസ്, കണക്ട് ചെയ്യൂ. Sir. ഹലോ, എസ് ഐക്ക് ഒന്ന് കൊടുക്കാമോ? ഗുഡ് മോർണിംഗ് സർ, ഐ എം സഞ്ജയ് ഫ്രം ബാംഗ്ലൂർ. സാർ, എനിക്ക് ആ ഡോക്ടർ വിജയന്റെ മരണത്തെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാനുണ്ടായിരുന്നു. നോ, ബന്ധുവല്ല, ഐ ആം ഫ്രം ദി പ്രസ്. ഇല്ല, ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. കൻ യു ഹെൽപ് മീ? ഓഹോ, ദെൻ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ആർക്കാണ് സർ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ. ഡിവൈഎസ്പി ചാക്കോ. ഇവിടെ ഇപ്പൊ തനിക്ക് തരാനായിട്ട് എന്റെ ഒരു വിവരമില്ല, ഒരു പൂട്ടുമില്ല. ഗ്യാസിന് ഇവരാ പോസ്റ്റ് താറാമുട്ട. പ്ലീസ്, എനിക്കങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട. ഈ ഡോക്ടർ വിജയന്റെ മാത്രം. അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരൻ ഉരത്തിയാലുടനെ നാട്ടിലെ കഞ്ചാവോടെയും ചരസടി അങ്ങ് നിൽക്കാൻ പോവല്ലേ. പോയി ചുമ്മാ വല്ല കെട്ടുകഥ എഴുതി വിടറോ. ചേട്ടാ പുല്ലേ, ഇയാളെ ചെവിക്കാൻ തന്നതാ ഉണ്ടയാണോ? ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ ACPയും പിന്നെ അവന്റെ കൊച്ചമ്മാവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പുകല. അന്നേരമാ പിന്നെ തന്റെ ഒരു അല്ല, ഈ പ്രശ്നത്തിൽ എന്താ സാർ കളക്ടറും മറ്റും ഇടപെടാൻ? അയ്യടാ, അതിനിടയ്ക്കോട്ട് ഇയാളൊരു ചോദ്യം അങ്ങ് തള്ളി നോക്കുക. കയറുവോ ഒന്ന്? എടോടോ, താനൊന്ന് എഴുതേറ്റെ. മിസ്റ്റർ ചാക്കോ. ആഹാ, സാറേന്ന് വിളിച്ചവൻ ഇപ്പൊ മിസ്റ്റർ ചാക്കോന്നാ. അവിടുന്ന് പോടേപ്പാ. മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പട്ടി ഓടിച്ചു നിന്നെ ഞാൻ. എടുക്കടാ കയ്യെ. കൈയെടുക്കടാ. ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാരത്തര മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനത് ദൂത്ത പത്രക്കാരാന്ന് വിചാരിച്ചു. എടോ, നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പും ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ വലിച്ചിട്ട് പോന്നോണേ ഞാൻ. അറിയാടോ തേണ്ടി. ഞാൻ അറിയാതെ. ഇപ്പൊ നീ ഒന്നും അറിയണ്ട, പക്ഷെ ഇനി ഞാൻ വരും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണി പോലെ ഉത്തരം പറഞ്ഞ ഇടിച്ചു നിന്റെ പൊണ്ടഞ്ഞ നടക്കും. അറിയാടോ.
Oh!